സുഹൃത്തുക്കളെ, എല്ലാവർക്കും നാട്ടുവൈദ്യം ചാനലിലേക്ക് സ്വാഗതം. യോഗ നമ്മുടെ ജീവിതത്തിലെ ഒരു ഭാഗമായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് എല്ലാ രോഗത്തിൽ നിന്നും വെളിയിൽ വരാൻ സാധിക്കും. പ്രമേഹമായിക്കോട്ടെ, BP ആയിക്കോട്ടെ, അതേപോലെ തന്നെയുള്ള ഏതൊരു ജീവിതശൈലി രോഗങ്ങളായാലും നമ്മൾക്ക് ഒട്ടും തന്നെ മരുന്നില്ലാതെ, ചികിത്സയില്ലാതെ നമുക്ക് രോഗവിമുക്തരാകാൻ സാധിക്കും. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ദിവസവും യോഗ ചെയ്യുക എന്നുള്ളതാണ്. യോഗയുടെ കൂടെ ഭക്ഷണ ക്രമീകരണം കൂടി നടത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഭക്ഷണ ക്രമീകരണം എന്ന് പറയുന്ന സമയത്ത് അധികം എണ്ണയും അതേപോലെ തന്നെ മസാലയും ഇല്ലാത്ത സാത്വികമായിട്ടുള്ള ഭക്ഷണമായിരിക്കണം നമ്മൾ കഴിക്കേണ്ടത്. അങ്ങനെ കഴിക്കുകയാണെങ്കിൽ നമുക്ക് വളരെ ദീർഘകാലം ആരോഗ്യത്തോടുകൂടി ജീവിക്കാൻ സാധിക്കും. വാരണാസിയിൽ ഉള്ള സ്വാമി ശിവാനന്ദ, അദ്ദേഹത്തിന് 125 വയസ്സായി. അദ്ദേഹം വളരെ കാലമായിട്ട് യോഗ അഭ്യസിക്കുന്ന വ്യക്തിയാണ്. യോഗയുടെ കൂടെ അദ്ദേഹം ഭക്ഷണത്തിൻ്റെ ക്രമീകരണം ചെയ്യുന്നത് സാധാരണ എണ്ണയും അതേപോലെ തന്നെ മസാലയും ഇല്ലാത്ത വേവിച്ച ഭക്ഷണം മാത്രമാണ് അദ്ദേഹം കഴിക്കുക. പഴങ്ങളോ അതേപോലെ തന്നെ അണ്ടി വർഗ്ഗങ്ങളോ അദ്ദേഹം കഴിക്കാറില്ല. വേവിച്ച പച്ചക്കറികൾ, അതേപോലെ തന്നെ ചോറ് അല്ലെങ്കിൽ ചപ്പാത്തി, ഇതാണ് അദ്ദേഹത്തിൻ്റെ ഭക്ഷണക്രമം. അതിൽ ഉപ്പ്, അതേപോലെ തന്നെ മസാലകൾ, എണ്ണ ഇവയൊന്നും ചേർക്കില്ല. അപ്പോൾ നിങ്ങൾക്കും ഈ രീതിയിലുള്ള ഭക്ഷണക്രമം നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ നിങ്ങൾക്കും തീർച്ചയായിട്ടും യാതൊരുവിധ രോഗങ്ങളും ഇല്ലാതെ ദീർഘകാലം ജീവിക്കാൻ സാധിക്കും. ഒരു യോഗ എപ്പോഴും നമ്മൾ പഠിക്കേണ്ടത് ഒരു ഗുരുമുഖത്താണ് എന്നാണ് പറയുന്നത്. പക്ഷേ നമ്മൾക്ക് എല്ലാവർക്കും അതിനൊരു ചാൻസ് ഉണ്ടായിരുന്നു വരില്ല. അതുകൂടാതെ അതിന് ഒരുപാട് ഫീസും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ യോഗ എങ്ങനെ നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് തന്നെ പഠിക്കാം എന്നതിനെ പറ്റിയിട്ടാണ് ഈ വീഡിയോ തയ്യാറായിരിക്കുന്നത്. ഇതിൽ നിർദ്ദേശങ്ങൾ അനുസരിച്ച് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് യാതൊരുവിധ പ്രശ്നവും ഉണ്ടാവില്ല. തീർച്ചയായിട്ടും നിങ്ങൾക്ക് സേഫായിട്ട് നിങ്ങൾക്ക് വീട്ടിൽ തന്നെ യോഗ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. യോഗ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഞാനിപ്പോൾ പറഞ്ഞുതരാം. അത് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ യോഗ കൊണ്ട് യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടാകില്ല. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ ഇത് ചെയ്യുന്നത് ഒഴിഞ്ഞ വയറിലായിരിക്കണം. അടുത്തതായിട്ട് നമ്മൾ നോക്കേണ്ടത്, യോഗ ചെയ്യുന്ന സമയത്ത് വളരെ സ്ലോ ആയിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. പ്രത്യേകിച്ചിട്ട് വാതപ്രകൃതിക്കാർ വളരെ സ്ലോ ആയിട്ടും, പിത്തപ്രകൃതിക്കാർ കുറച്ചുകൂടി ഫാസ്റ്റായിട്ടും, കഫപ്രകൃതിക്കാർ കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അടുത്തത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ശ്വാസം എടുക്കുന്നതും വിടുന്നതും. ഒറ്റ കാര്യം, ഒരു റൂള് മാത്രം നമ്മൾ ഓർമ്മിക്കുക. നമ്മൾ മുന്നോട്ട് കുനിയുന്ന സമയത്ത് ശ്വാസം വിടുന്നു, നമ്മൾ കുനിഞ്ഞ് നിവരുന്ന സമയത്ത് ശ്വാസം എടുക്കുന്നു. അതേപോലെ തന്നെ ബാക്കിലോട്ട് കുനിയുന്ന സമയത്ത്, ബാക്കിലോട്ട് വളയുന്ന സമയത്ത് ശ്വാസം എടുക്കുന്നു, മുന്നിലോട്ട് വരുന്ന സമയത്ത് ശ്വാസം വിടുന്നു. അതായത് ഏതൊക്കെ സമയത്ത് നമ്മൾ കുനിയുന്നോ ആ സമയത്ത് മുഴുവൻ ശ്വാസം വിടുന്നു, ഏതെല്ലാം സമയത്ത് നിവരുന്നുവോ ആ സമയത്ത് മുഴുവൻ നമ്മൾ ശ്വാസം എടുക്കുന്നു. ഈ റൂള് മാത്രം നമ്മൾ നോക്കിയാൽ മതി, മറ്റൊന്നും നോക്കണ്ട. അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഒരു യോഗയുടെ ഫൈനൽ പൊസിഷനിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ശ്വാസം നിങ്ങൾ പിടിച്ചു നിർത്തരുത്. നിങ്ങൾ സ്വാഭാവികമായിട്ട് വളരെ സ്ലോ ആയിട്ട് നിങ്ങൾ ശ്വസിച്ചുകൊണ്ടേയിരിക്കണം. ഒരിക്കലും ശ്വാസം ഹോൾഡ് ചെയ്ത് ഒരിക്കലും നിർത്തരുത്. ഒരു ആസനം പൂർത്തിയായി കഴിഞ്ഞാൽ ആ പൂർത്തിയായിട്ടുള്ള സ്ഥിതിയിൽ നിങ്ങൾ സാവധാനം ശ്വാസോച്ഛ്വാസം നടത്തിക്കൊണ്ട് എത്ര സമയം നിൽക്കാൻ പറ്റുമോ അത്ര സമയം നിൽക്കുക. യോഗ എത്ര പ്രാവശ്യം ചെയ്തു എന്നുള്ളതല്ല, നിങ്ങൾ ഒരു യോഗാസനത്തിൻ്റെ ഫൈനൽ പൊസിഷനിൽ എത്ര സമയം നിൽക്കുന്നു എന്നതിനനുസരിച്ചിട്ടാണ് അതിൻ്റെ എഫക്റ്റീവ് ആയിട്ടുള്ള കാര്യം ഉണ്ടാകുന്നത്. അതേപോലെ തന്നെ പ്രാണായാമം ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു കാരണവശാലും ശ്വാസം ഉള്ളിൽ ഹോൾഡ് ചെയ്യുന്ന ഒരു പ്രാണായാമവും ചെയ്യാതിരിക്കുക. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. പക്ഷേ നിങ്ങൾ ശ്വാസം ഉള്ളിൽ നിറച്ച് വയ്ക്കുന്ന ഏതെങ്കിലും പ്രാണായാമം ചെയ്യുകയാണ്, അതായത് കുംഭകം ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് എപ്പോഴും പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. അതുകൂടാതെ ഓരോ യോഗ ചെയ്തതിന് ശേഷം നിങ്ങൾ 1 മിനിറ്റെങ്കിലും വിശ്രമിച്ചതിന് ശേഷമേ അടുത്ത യോഗ ചെയ്യാവൂ. ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വളരെ ഭംഗിയായിട്ട് നിങ്ങൾക്ക് യോഗ ചെയ്യാൻ സാധിക്കും. ഇനി നിങ്ങളുടെ യോഗ ശരിയായോ ഇല്ലയോ എന്നറിയാനുള്ള ഒരു പ്രധാനപ്പെട്ട മാർഗം, യോഗ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ശരീരത്തിലും മനസ്സിലും യാതൊരുവിധ ഡിസ്റ്റർബൻസും ഇല്ല, വളരെ പീസ്ഫുള്ളായിട്ടുള്ള അവസ്ഥയാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ നിങ്ങൾ കറക്റ്റായിട്ടാണ് യോഗ ചെയ്തിരിക്കുന്നത്. പക്ഷേ നിങ്ങൾ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് തലവേദന, അതേപോലെ തന്നെ ശരീരത്തിൽ എവിടെയെങ്കിലും ഡിസ്റ്റർബൻസ് വരികയാണെങ്കിൽ നിങ്ങൾ യോഗ കറക്റ്റായിട്ടല്ല ചെയ്തിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു യോഗ എക്സ്പെർട്ടിനോട് നിങ്ങൾ ചോദിച്ചതിന് ശേഷം നിങ്ങൾ എന്താണ് തെറ്റ് ചെയ്തതെന്ന് എന്ന് പറഞ്ഞ് തിരുത്തുക. അപ്പോൾ നമ്മൾക്ക് ഒട്ടും വൈകാതെ നമുക്ക് നേരെ യോഗയിലേക്ക് പോകാം. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഒരു യോഗ ഞാൻ ആശംസിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ആദ്യമായിട്ട് നമുക്ക് നെക്ക് റൊട്ടേഷൻ തുടങ്ങാം. ആദ്യം
ക്ലോക്ക് വൈസ് ആയിട്ട് 5 പ്രാവശ്യം അല്ലെങ്കിൽ 10 പ്രാവശ്യം വേണമെങ്കിലും ചെയ്യാം. പതുക്കെ. പിന്നീട് ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ട് അതും ഒരു 5-10 പ്രാവശ്യം നമുക്ക് ചെയ്യാം. അടുത്തത് കൈക്കുഴകൾ ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ് ഒരു 5-10 പ്രാവശ്യം ചെയ്യാം. അടുത്തത് തോളിൻ്റെ എക്സസൈസ്. ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ് 5-10 പ്രാവശ്യം ചെയ്യാം. ആൻറ്റി ക്ലോക്ക് വൈസ് ചെയ്യാം. അടുത്തതായിട്ട് ഇടുപ്പ് ക്ലോക്ക് വൈസ് ആയിട്ട് 5 പ്രാവശ്യം ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ട് 5 പ്രാവശ്യം ചെയ്യുക. ആൻറ്റി ക്ലോക്ക് വൈസ്. അടുത്തതായിട്ട് മുട്ടുകൾക്കുള്ള വ്യായാമമാണ്. മുട്ടുകൾ ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ് വലത്തോട്ടും ഇടത്തോട്ടും 5-10 പ്രാവശ്യം ചെയ്യുക. അതിനുശേഷം കാൽപാദങ്ങൾ 5 പ്രാവശ്യം ഇടത്തോട്ടും 5 പ്രാവശ്യം വലത്തോട്ടും, ഇടതുകാലും അതേപോലെ തന്നെ വലതുകാലും ചെയ്യുക. അടുത്ത യോഗാഭ്യാസം താടാസനം. പതുക്കെ ശ്വാസം എടുത്തുകൊണ്ട് 2 കൈകളും പതുക്കെ മുകളിലേക്ക് പിടിക്കുക. 2 കൈയും കോർത്തു പിടിക്കുക. കൈകൾ കോർത്ത് കാൽവിരലിൽ നിൽക്കുക. ശ്വാസം ഇനി സാധാരണ രീതിയിൽ ആയിക്കൊണ്ടിരിക്കണം. ഇതാണ് ഫൈനൽ പൊസിഷൻ. ഈ പൊസിഷനിൽ എത്ര സമയം ശ്വാസം വിട്ടുകൊണ്ട് നമുക്ക് നിൽക്കാൻ സാധിക്കുമോ അത്രയും സമയം നിൽക്കുക. അതായത് സാധാരണ ശ്വാസം. പതുക്കെ കൈകൾ വിടുക. 2 കൈയും താഴോട്ട് പതുക്കെ പതുക്കെ കൊണ്ടുവരിക. അല്പസമയം വിശ്രമിക്കുക. അടുത്ത യോഗ ത്രികോണാസനം. നേരെ നിൽക്കുക. ഇടതുകാൽ അല്പം അകറ്റി നിർത്തുക. പതുക്കെ ഇടത് കൈ താഴോട്ട് കൊണ്ടുവന്ന് വലത് കൈ മേലോട്ട് ഉയർത്തുക. ശ്വാസം വിടുക. ഇതാണ് ഫൈനൽ പൊസിഷൻ. വലത് കൈയിലേക്ക് തന്നെ നോക്കി നിൽക്കുക. ശ്വാസം സാധാരണ രീതിയിൽ ആയിരിക്കണം. സാധാരണ രീതിയിൽ ശ്വസിച്ചുകൊണ്ടേയിരിക്കുക. ഈ നിലയിൽ എത്ര സമയം നിൽക്കാൻ സാധിക്കുമോ അത്രയും സമയം നിൽക്കുക. എല്ലാ യോഗയിലും അതിൻ്റെ ഫൈനൽ പൊസിഷനിൽ നമുക്ക് എത്ര സമയം നിൽക്കാൻ സാധിക്കുമോ അത്രയും സമയം നിൽക്കണം. ശ്വാസം നിർത്തരുത്. സാധാരണ ശ്വസിക്കുന്നത് പോലെ ശ്വസിച്ചുകൊണ്ടേയിരിക്കണം. അപ്പോഴാണ് നമുക്ക് യോഗയ്ക്ക് നല്ല എഫക്റ്റ് കിട്ടുക. പതുക്കെ ശ്വാസം വിട്ടുകൊണ്ട് നിവരുക. 2 കൈകളും അടുത്തേക്ക് കൊണ്ടുവരിക. കാല് ഒരുമിച്ച് വരുത്തുക. ഇനി ഇത് തന്നെ വലത് കാലിലും ചെയ്യണം. അല്പസമയം റെസ്റ്റ് എടുക്കുക. ഓരോ യോഗ കഴിഞ്ഞു കഴിഞ്ഞാലും കുറച്ച് സമയം റെസ്റ്റ് എടുത്തതിന് ശേഷം ശ്വാസം സ്വാഭാവികമായതിനു ശേഷമേ അടുത്ത യോഗ ചെയ്യാൻ പാടുകയുള്ളൂ. ഇപ്പോൾ കുറച്ച് സമയം റെസ്റ്റ് എടുത്തു. ഇനി അടുത്ത കാലിലേക്കും അതേപോലെ തന്നെ ചെയ്യാൻ തുടങ്ങാം. ഇപ്പോൾ വലത് കാല് നിവർത്തി വയ്ക്കുക.
അതിനുശേഷം ശ്വാസം വിട്ടുകൊണ്ട് പതുക്കെ സൈഡിലേക്ക് കുനിയുക. ഇടത് കൈയിലേക്ക് നോക്കി നിൽക്കുക. ഇനി ഇതാണ് ത്രികോണാസനത്തിൻ്റെ ഫൈനൽ പൊസിഷൻ. ഇവിടെ സാധാരണ പോലെ തന്നെ ശ്വസിച്ചുകൊണ്ടിരിക്കുക. ശ്വാസം പിടിച്ചുകൊണ്ടിരിക്കരുത്, സാധാരണ പോലെ ശ്വസിച്ചുകൊണ്ടേയിരിക്കുക. ഈ ഫൈനൽ പൊസിഷനിൽ നിങ്ങൾക്ക് എത്ര സമയം നിൽക്കാൻ സാധിക്കുമോ അത്രയും സമയം നിൽക്കുക. ഇത് തന്നെയാണ് എല്ലാ യോഗ പൊസിഷനിലും ചെയ്യേണ്ടത്. അവസാനത്തെ സ്ഥിതിയിൽ എത്ര സമയം നിൽക്കാൻ സാധിക്കുമോ അത്രയും സമയം നിൽക്കാൻ ശ്രമിക്കുക. സാധാരണ ശ്വാസം. ഇടത് കൈയിലേക്ക് നോക്കിക്കൊണ്ട് നിൽക്കുക. എല്ലാ യോഗയും വളരെ പതുക്കെയാണ് ചെയ്യേണ്ടത്. ഒരിക്കലും സ്പീഡിൽ ചെയ്യാൻ പാടില്ല. പതുക്കെ ശ്വാസം വിട്ടുകൊണ്ട് നിവരുക. നിവർന്നു കണ്ട് സാധാരണ സ്ഥിതിയിലേക്ക് വരിക. ഇനി അല്പസമയം റെസ്റ്റ് ചെയ്യണം, അല്പസമയം വിശ്രമിക്കണം. ശ്വാസം സ്വാഭാവികമാകുന്നവരെ 1 മിനിറ്റ് എങ്കിലും വിശ്രമിച്ചതിന് ശേഷം വേണം അടുത്ത യോഗയിലേക്ക് കടക്കാൻ. 1 മിനിറ്റ് വിശ്രമിക്കുക. അടുത്തതായി നമുക്ക് സൂര്യ നമസ്കാരം തുടങ്ങാം. ആദ്യം നിവർന്നു നിൽക്കുക. പതുക്കെ 2 കൈയും കൂപ്പി നിൽക്കുക. ശ്വാസം സ്വാഭാവികമായിട്ട്. ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് പതുക്കെ പുറകോട്ട് വളയുക. ഇനി സ്വാഭാവിക ശ്വാസം, അതായത് ഫൈനൽ പൊസിഷനിൽ വന്നു കഴിഞ്ഞാൽ സ്വാഭാവിക ശ്വാസമായിരിക്കണം. ഇപ്പോൾ ശ്വാസം പിടിച്ചു നിർത്തരുത്, സ്വാഭാവികമായിട്ടുള്ള ശ്വാസം. വീണ്ടും ശ്വാസം പതുക്കെ വിട്ടുകൊണ്ട് താഴേക്ക് വരിക. കൈ നിലത്തൂന്നുക. ഇനി സാധാരണ ശ്വാസം, അതായത് യോഗ കംപ്ലീറ്റ് ആയിട്ട് നിൽക്കുന്ന അവസ്ഥയിൽ നമ്മൾ സ്വാഭാവിക ശ്വാസം തന്നെ നിർത്തുക. ശ്വാസം പിടിച്ചു നിർത്തരുത്, സ്വാഭാവികമായിട്ടുള്ള ശ്വാസം. ഈ സ്ഥിതിയിൽ എത്ര സമയം നിൽക്കാൻ സാധിക്കുമോ അത്രയും സമയം നിൽക്കുക. പതുക്കെ വലത് കാല് ബാക്കിലോട്ട് എടുത്തതിന് ശേഷം ശ്വാസം എടുത്തുകൊണ്ട് ബാക്കിലോട്ട് വളയുക. ഇനി സാധാരണ ശ്വാസം. കുറച്ച് സെക്കൻഡുകൾ ഇങ്ങനെ നിൽക്കുക. ഇനി ഇടതുകാലും ബാക്കിലോട്ട് എടുത്തതിന് ശേഷം കുനിഞ്ഞു നിൽക്കുക. സാധാരണ ശ്വാസം. ശ്വാസം പുറത്തേക്ക് വിട്ടിട്ട് വേണം ഇങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ട്. ഇനി അഷ്ടാംഗ നമസ്കാരം. 2 കാൽമുട്ടുകളും നെഞ്ചും താടിയും നിലത്തൂന്നി നിൽക്കുക. സാധാരണ ശ്വാസം. ഇനി ശ്വാസം എടുത്തുകൊണ്ട് ബാക്കിലോട്ട് വളയുക. ഇനി സാധാരണ ശ്വാസം. ശ്വാസം വിട്ടുകൊണ്ട് ആർച്ച് പോലെ വളയുക. സാധാരണ ശ്വാസം. ശ്വാസം എടുത്തുകൊണ്ട് വലതുകാൽ മുന്നോട്ട് കൊണ്ടുവരിക. മുകളിലേക്ക് നോക്കുക. സാധാരണ ശ്വാസം. ശ്വസിച്ചുകൊണ്ടേയിരിക്കുക. അപ്പോൾ രണ്ട് കാലും മുന്നോട്ട് കൊണ്ടുവരിക. ശ്വാസം വിട്ടുകൊണ്ട് നിൽക്കുക. ഇനി സാധാരണ ശ്വാസം. ശ്വാസം എടുത്തുകൊണ്ട് നിവരുക. ബാക്കിലോട്ട് വളയുക.
വീണ്ടും നമസ്കാര മുദ്രയിലേക്ക് വരിക. ശ്വാസം സാധാരണ ശ്വാസം. ഇനി ഒരല്പസമയം റെസ്റ്റ് ചെയ്യുക. ശ്വാസം സാധാരണഗതിയിൽ ആയിട്ട് വേണം നമ്മൾ അടുത്ത സെറ്റ് തുടങ്ങാൻ. ഒരു 30 സെക്കൻഡ് ഇനി റെസ്റ്റ് ചെയ്യുക. ഇനി ഇതേ സൂര്യ നമസ്കാരം ഇടത് കാലുകൊണ്ടും ചെയ്യണം. അപ്പോഴാണ് ഒരു സെറ്റ് പൂർത്തിയാക്കുക. നമസ്കാര മുദ്ര. സാധാരണ ശ്വാസം. പതുക്കെ ശ്വാസം എടുത്തുകൊണ്ട് പുറകിലോട്ട് വളയുക. സാധാരണ ശ്വാസം. ശ്വാസം വിട്ടുകൊണ്ട് മുന്നിലോട്ട് വരിക. 2 കൈയും തറയിൽ സ്പർശിക്കുക. മുട്ട് വളയാതെ ഇരിക്കാൻ ശ്രദ്ധിക്കണം. നെറ്റി മുട്ടിൽ മുട്ടാൻ ശ്രദ്ധിക്കണം. സാധാരണ ശ്വാസം. പതുക്കെ ഇടത് കാല് ബാക്കിലോട്ട് വെച്ചതിന് ശേഷം പതുക്കെ മുകളിലോട്ട് നോക്കുക. സാധാരണ ശ്വാസം. അകത്തേക്കും പുറത്തേക്കും ശ്വസിച്ചുകൊണ്ടേയിരിക്കാം. 2 കാലും ബാക്കിലാക്കിയതിന് ശേഷം ആർച്ച് പോലെ വളയുക. ഇനി സാധാരണ ശ്വാസം. പതുക്കെ അഷ്ടാംഗ നമസ്കാരം. 2 കാൽമുട്ടും നെഞ്ചും താടിയും നിലത്ത് ഊന്നിയതിന് ശേഷം ഇതേ രീതിയിൽ അല്പസമയം നിൽക്കുക. സാധാരണ ശ്വാസം. ശ്വാസം എടുത്തുകൊണ്ട് പതുക്കെ ഉയരുക. ശ്വാസം വിട്ടുകൊണ്ട് വീണ്ടും ആർച്ച് പോലെ വളയുക. ഇടതുകാൽ മുന്നോട്ട് കൊണ്ടുവരിക. മുകളിലോട്ട് നോക്കുക. വലതുകാലും മുന്നോട്ട് കൊണ്ടുവരിക. ഇടതുകാലം മുന്നോട്ട് കൊണ്ടുവരിക. പതുക്കെ ശ്വാസം എടുത്തുകൊണ്ട് ബാക്കിലോട്ട് വളയുക. വീണ്ടും നമസ്കാര മുദ്രയിലേക്ക് വരിക. ഇനി കുറച്ച് സമയം റെസ്റ്റ് ചെയ്യണം. വിശ്രമിക്കുക. ശ്വാസം സാധാരണ രീതിയിലാകുന്നവരെ വിശ്രമിക്കുക. സ്ഥലമില്ലാത്തത് കൊണ്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിയേണ്ടി വരുന്നത്. സ്ഥലമുണ്ടെങ്കിൽ സമാധാനമായിട്ട് വിശ്രമിക്കാൻ സാധിക്കും. സൂര്യ നമസ്കാരം കഴിച്ചതിന് ശേഷം ഒരു 5 മിനിറ്റെങ്കിലും വിശ്രമിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അല്ലെങ്കിൽ നമുക്ക് ശ്വാസം ശരിയായിട്ട് വരില്ല. പൂർണ്ണമായിട്ടും വിശ്രമിച്ചതിന് ശേഷമേ അടുത്ത ഇത് ചെയ്യാൻ പറ്റുകയുള്ളൂ. അടുത്ത ആസനം എന്ന് പറയുന്നത് ശവാസനമാണ്. ശവാസനത്തിൽ നമ്മൾ നിവർന്ന് കിടക്കുക. ശരീരം മുഴുവൻ അയച്ചു വിടുക. ഈ രീതിയിൽ കുറച്ച് സമയം നമ്മൾ കിടക്കുക. ഇതാണ് ശവാസനം. എല്ലാ ആസനത്തിന് ശേഷം ഈ ശവാസനം ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇനി നമ്മൾക്ക് അടുത്ത ആസനം ചെയ്യാം. അതാണ് ശീർഷാസനം. ശീർഷാസനത്തിനായി ആദ്യം പതുക്കെ കൈകൾ താഴെ വെച്ചുകൊണ്ട് തല കൈകളോട് ചേർത്ത് വയ്ക്കുക. എന്നിട്ട് പതുക്കെ കാൽമുട്ടുകൾ ഉയർത്തിയതിന് ശേഷം പതുക്കെ കാലുകൾ മേലോട്ടാക്കി നിർത്തുക. പുതിയ ആൾക്കാർ ഈ ആസനം ചെയ്യരുത്. ഇത് പഴയ ആൾക്കാർക്കുള്ളവരാണ്.
നല്ലപോലെ സാധന ചെയ്യുന്ന യോഗ ചെയ്യുന്ന ആൾക്കാർക്കുള്ളതാണ്. പുതിയ ആൾക്കാർ ഒരിക്കലും ഇത് ചെയ്യരുത്. അവർ ചെയ്യുകയാണെങ്കിൽ ഒരു ചുമരിൻ്റെ സഹായത്തോടു കൂടി, ഒരു വ്യക്തിയുടെ സഹായത്തോടു കൂടി വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് നേരത്തെ യോഗ അഭ്യസിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി മാത്രമാണ്. പുതിയ ആൾക്കാർ ഒരിക്കലും ഇത് ചെയ്യരുത്. ഇനി സൂര്യനമസ്കാരത്തിൽ തന്നെ പല രീതിയിലുള്ള എക്സസൈസ് നമുക്ക് ചെയ്യാവുന്നതാണ്. അത് ഇതിനോടൊപ്പം തന്നെ ചെയ്യാവുന്നതാണ്. ശ്വാസം സാധാരണ രീതിയിൽ അകത്തേക്കും പുറത്തേക്കും എടുക്കുക. ഇനി വേണമെങ്കിൽ കാല് 2 സൈഡിലേക്കും ആട്ടുക, പിന്നെ മുന്നോട്ടും പിന്നോട്ടും ആട്ടുക. ഇതെല്ലാം നമുക്ക് ശീർഷാസനത്തിലിരുന്ന് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. പിന്നെ അതിൽ തന്നെ നമുക്ക് പത്മാസനത്തിലും ഇരിക്കാം, ഈ ശീർഷാസനത്തിൽ തന്നെ നിന്നുകൊണ്ട്. പതുക്കെ കാലുകൾ വിടർത്തുക, സാധാരണ രീതിയിൽ ശ്വസിച്ചുകൊണ്ടേയിരിക്കുക. പതുക്കെ കാലുകൾ പുറകോട്ട് കൊണ്ടുവന്നതിന് ശേഷം അല്പസമയം നിന്നതിന് ശേഷം കാലുകൾ പതുക്കെ മുന്നോട്ട് കൊണ്ടുവരിക. വീണ്ടും ആ സ്ഥിതിയിൽ അല്പസമയം കൂടി നിൽക്കുക. ഇത് നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ നോർമലാകാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം പതുക്കെ എഴുന്നേറ്റതിന് ശേഷം അല്പം വിശ്രമിക്കുക. വിശ്രമിച്ചതിന് ശേഷം ശവാസനത്തിൽ 1 മിനിറ്റെങ്കിലും കിടന്നതിന് ശേഷം മാത്രമേ അടുത്ത യോഗ ചെയ്യാൻ പാടുകയുള്ളൂ. ഏതൊരു യോഗ ചെയ്തു കഴിഞ്ഞാലും അടുത്ത യോഗ ചെയ്യുന്നതിനിടയ്ക്ക് 1 മിനിറ്റ് നമ്മൾ വിശ്രമിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അടുത്ത എക്സസൈസ് സർവാംഗാസനം. സർവാംഗാസനത്തിൽ ആദ്യം കാലുകൾ ഇങ്ങനെ അടുത്ത് കൊണ്ടുവരിക. എന്നിട്ട് പതുക്കെ കാലുകൾ 90 ഡിഗ്രി ഉയർത്തുക. പുറകിലോട്ട് പതുക്കെ കൊണ്ടുപോയതിന് ശേഷം കൈകൾ ഇടുപ്പിൽ സപ്പോർട്ട് ചെയ്തതിന് ശേഷം കാലുകൾ പതുക്കെ നിവർത്തി വയ്ക്കുക. ഇനി സാധാരണ രീതിയിൽ ശ്വാസോച്ഛ്വാസം ചെയ്തുകൊണ്ടേയിരിക്കുക. ഈ സ്ഥിതിയിൽ എത്ര സമയം നിൽക്കാൻ സാധിക്കുമോ അത്രയും സമയം നിൽക്കുക. എല്ലാ യോഗയിലും അവസാനത്തെ ഫൈനൽ പൊസിഷനിൽ നമ്മൾക്ക് എത്ര സമയം നിൽക്കാൻ സാധിക്കുമോ അത്രയും സമയം നിൽക്കണം. ഇതിൽ നമ്മൾക്ക് 2 മിനിറ്റ്, 3 മിനിറ്റ്, 5 മിനിറ്റ്, 10 മിനിറ്റ് വരെ ഇങ്ങനെ നിൽക്കാവുന്നതാണ്. അതാണ് ശരിയായിട്ടുള്ള യോഗ. നമ്മൾ പല പ്രാവശ്യം സർവാംഗാസനം ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു പ്രാവശ്യം ചെയ്തതിന് ശേഷം ഫൈനൽ പൊസിഷനിൽ എത്ര സമയം നിൽക്കാൻ പറ്റുമോ അത്രയും സമയം നിൽക്കുക. മറ്റെല്ലാ യോഗത്തിലും ഇത് തന്നെയാണ് ചെയ്യേണ്ടത്. ഒരു യോഗ പല പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു പ്രാവശ്യം തന്നെ അതിൻ്റെ അവസാനത്തെ പൊസിഷനിൽ എത്ര സമയം നിൽക്കാൻ സാധിക്കുമോ അത്രയും സമയം നിൽക്കുക. സാധാരണ ശ്വാസം നടത്തിക്കൊണ്ടേയിരിക്കുക. ശ്വാസം സ്വാഭാവികമായിട്ട് നടന്നുകൊണ്ടേയിരിക്കട്ടെ. പതുക്കെ കാലുകൾ താഴോട്ട് കൊണ്ടുവന്നതിന് ശേഷം ബാക്കിലോട്ട് പതുക്കെ കാലുകൾ കൊണ്ടുവരിക. വളരെ പതുക്കെ വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ശവാസനത്തിൽ 1 മിനിറ്റ് വിശ്രമിക്കുക. 1 മിനിറ്റ് വിശ്രമിക്കണം. അടുത്ത എക്സസൈസ് മത്സ്യാസനം ആണ്. മത്സ്യാസനത്തിനായിട്ട് ആദ്യം പത്മാസനത്തിലിരിക്കുക. പത്മാസനത്തിലിരുന്നതിന് ശേഷം പതുക്കെ ബാക്കിലോട്ട് വളഞ്ഞതിന് ശേഷം തല നിലത്ത് മുട്ടി ഇരുത്തുക. തലയുടെ ടോപ്പായിരിക്കണം നിലത്ത് മുട്ടേണ്ടത്. 2 കൈകൊണ്ടും 2 കാലിലും പിടിച്ചതിന് ശേഷം സാധാരണഗതിയിൽ ശ്വസിച്ചുകൊണ്ട് ഈ രീതിയിൽ നിൽക്കുക. ഇതാണ് മത്സ്യാസനം. ശ്വസനം സാധാരണ രീതിയിൽ മൂർധാവാണ് തലയുടെ മൂർധാവാണ് താഴത്ത് സ്പർശിക്കേണ്ടത്. സാധാരണ ശ്വാസം നടത്തിക്കൊണ്ടേയിരിക്കുക. ഇതാണ് അവസാന ഫൈനൽ പൊസിഷൻ എന്ന് പറയുന്നത്. ഇതിൽ എത്ര സമയം നിൽക്കാൻ സാധിക്കുമോ അത്രയും സമയം നിന്നുകൊണ്ടേയിരിക്കുക. ഇതാണ് ശരിയായിട്ടുള്ള യോഗ ചെയ്യേണ്ട വിധം.
ചിലർ ഒരു പ്രാവശ്യം മത്സ്യാസനം ചെയ്യും, വീണ്ടും എഴുന്നേൽക്കും, വീണ്ടും ചെയ്യും. അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു പ്രാവശ്യം ചെയ്തതിന് ശേഷം ആ അവസാന ഫൈനൽ പൊസിഷനിൽ എത്ര സമയം നമ്മൾക്ക് അതേ രീതിയിൽ നിൽക്കാൻ സാധിക്കുമോ നിൽക്കുക. പതുക്കെ കൈകൾ വിടർത്തുക, 2 കാലുകളും അടിക്കുക. അതിനുശേഷം പതുക്കെ എഴുന്നേൽക്കുക. ഇനി കുറച്ച് സമയം ശവാസനത്തിൽ വിശ്രമിക്കണം. മിനിമം 1 മിനിറ്റെങ്കിലും ശവാസനത്തിൽ വിശ്രമിക്കണം. ഏതൊരു യോഗ ചെയ്തു കഴിഞ്ഞാലും ഇങ്ങനെ 1 മിനിറ്റ് വിശ്രമിച്ചതിന് ശേഷം മാത്രമേ അടുത്ത യോഗ ചെയ്യാൻ പാടുകയുള്ളൂ. അല്ലെങ്കിൽ ചില വിഷമതകൾ ഉണ്ടാകും. അടുത്ത എക്സസൈസ് യോഗ ഹലാസനാണ്. ഹലാസനത്തിനായി ആദ്യം നിവർന്ന് ശവാസനത്തിലിരിക്കുക. ഇവിടെ സ്ഥലമില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ കാലുകൾ വളഞ്ഞിരിക്കുന്നത്. എന്നിട്ട് പതുക്കെ കാലുകൾ 90 ഡിഗ്രിയിൽ കൊണ്ടുവരിക. അതിനുശേഷം പതുക്കെ കാലുകൾ ബാക്കിലോട്ട് സർവാംഗാസനത്തിൻ്റെ പൊസിഷനിൽ വന്നതിന് ശേഷം ശ്വാസം വിട്ടുകൊണ്ട് 2 കാലുകളും താഴോട്ട് കൊണ്ടുവരിക. കാൽപാദങ്ങൾ നിലത്ത് സ്പർശിക്കുക. മുട്ടുകൾ നിവർന്നിരിക്കണം. എന്നിട്ട് 2 കൈകൊണ്ടും കാൽപാദങ്ങളിൽ പിടിക്കുക. ഇതാണ് ഫൈനൽ പൊസിഷൻ, അവസാനത്തെ നില ഹലാസനത്തിൻ്റെ. സാധാരണ രീതിയിൽ ശ്വസിച്ചുകൊണ്ടിരിക്കുക. ഈ സ്ഥിതിയിൽ എത്ര സമയം നിൽക്കാൻ സാധിക്കുമോ അത്രയും സമയം നിൽക്കുക. ശ്വസനം സാധാരണ ഗതിയിൽ നടന്നുകൊണ്ടിരിക്കണം. ഇതാണ് ഹലാസനം. സാധാരണ രീതിയിൽ ശ്വസിച്ചുകൊണ്ടേയിരിക്കുക. പതുക്കെ കാലുകൾ പുറകോട്ട് കൊണ്ടുവരിക. സർവാംഗാസനത്തിൻ്റെ സ്ഥിതിയിൽ വരിക. കൈകൊണ്ട് പതുക്കെ ബാക്കിനെ സപ്പോർട്ട് ചെയ്തതിന് ശേഷം പതുക്കെ അരക്കെട്ട് താഴെ വയ്ക്കുക. കാലുകളും നേരെ വയ്ക്കുക. അതിനുശേഷം ശവാസനത്തിൽ 1 മിനിറ്റ് വിശ്രമിക്കുക. അടുത്തത് പശ്ചിമോത്താനാസനം. നിവർന്നിരിക്കുക. കൈകൾ പതുക്കെ മുകളിലോട്ട് ഉയർത്തി ശ്വാസം വിട്ടുകൊണ്ട് പതുക്കെ മുന്നോട്ട് കുനിയുക. കാൽമുട്ടുകൾ വളയരുത്. 2 കൈകൊണ്ടും കാൽ വിരലിൽ പിടിച്ചതിന് ശേഷം തല കാൽമുട്ടിൽ വയ്ക്കുക. മുട്ട് വളയാതെ വേണം ഇത് ചെയ്യാൻ. എന്നിട്ട് സാധാരണ രീതിയിൽ ശ്വസിച്ചുകൊണ്ടേയിരിക്കുക. ശ്വാസം നിർത്തേണ്ട ആവശ്യമില്ല. സാധാരണ രീതിയിൽ ശ്വസിച്ചുകൊണ്ടിരിക്കുക. ഇതാണ് പശ്ചിമോത്താനാസനം. ഈ രീതിയിൽ തന്നെ എത്ര സമയം ഇരിക്കാൻ സാധിക്കുമോ അത്രയും സമയം ഇരിക്കുക. സാധാരണ ശ്വാസം. പതുക്കെ കൈകൾ മുകളിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം 2 സൈഡിലേക്കും കൊണ്ടുവരിക. അതിനുശേഷം അല്പസമയം ഇരുന്നിട്ട് വിശ്രമിക്കാം. അല്ലെങ്കിൽ കിടന്നതിന് ശേഷം ശവാസനത്തിലും വിശ്രമിക്കാം. 1 മിനിറ്റ് ശ്വാസം നോർമലാകുന്നത് വരെ വിശ്രമിക്കുക. അടുത്തത് ഭുജംഗാസനമാണ്. കമിഴ്ന്ന് കിടക്കുക. കൈകളുടെ സപ്പോർട്ടോടുകൂടി പതുക്കെ ശ്വാസം അകത്തേക്ക് എടുത്തുകൊണ്ട്
വളഞ്ഞു നിൽക്കുക. ഒരു പാമ്പിനെ പോലെ നിൽക്കണം. നാഭി തറയോട് സ്പർശിച്ചിട്ട് വേണം നിൽക്കാൻ വേണ്ടിയിട്ട്. എത്രത്തോളം മുകളിലിട്ട് നിൽക്കാൻ സാധിക്കുമോ അത്രത്തോളം വളഞ്ഞു നിൽക്കുക. ശ്വാസം സ്വാഭാവികഗതിയിൽ അവസാനത്തെ നിലയിൽ സാധാരണ രീതിയിൽ ശ്വസിച്ചുകൊണ്ടേയിരിക്കുക. പത്തി വിടർത്തി നിൽക്കുന്ന ഒരു പാമ്പിനെ പോലെയുള്ള സ്ഥിതിയാണത്. അതുകൊണ്ടാണ് ഇതിന് ഭുജംഗാസനം എന്ന് പേര് വന്നത്. പതുക്കെ താഴോട്ട് വരിക, ശ്വാസം വിട്ടുകൊണ്ട്. ഇനി കുറച്ച് സമയം വിശ്രമിക്കുക. കമിഴ്ന്ന് കിടന്നിട്ട് തന്നെ വിശ്രമിക്കാം, അല്ലെങ്കിൽ ശവാസനത്തിൽ വിശ്രമിക്കാം. ഒരു മിനിറ്റ് വിശ്രമിക്കണം. അടുത്തത് മകരാസനം. മകരാസനത്തിന് കമിഴ്ന്ന് കിടക്കുക. രണ്ട് കൈകളുടെയും ചേർത്ത് വെച്ചതിന് ശേഷം താടി സപ്പോർട്ട് ചെയ്തതിന് ശേഷം ഇങ്ങനെ കിടക്കുക. ഇത് വിശ്രമിക്കാനുള്ള ഒരു ആസനമാണ്. സാധാരണ കമിഴ്ന്ന് കിടന്ന ആസനങ്ങൾ ചെയ്യുന്ന സമയത്ത് ഈ രീതിയിൽ വിശ്രമിക്കാനുള്ള മകരാസനം ചെയ്യാം. മകരാസനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുതലയുടെ ആസനം, മുതല കിടക്കുന്നത് പോലെയുള്ള ആസനം, അതാണ് മകരാസനം. ശ്വാസം സാധാരണ രീതിയിൽ നടക്കണം. മകരാസനത്തിൽ തന്നെ കുറച്ച് സമയം ഇരിക്കുക, വിശ്രമിക്കുക. ഇത് ഒരു ആസനം എന്ന് വേണമെങ്കിലും പറയാം, എന്നാൽ വിശ്രമിക്കാനുള്ള ഒരു ആസനം എന്ന് വേണമെങ്കിലും പറയാം. ശവാസനത്തെ പോലെ തന്നെയുള്ളൊരു ആസനമാണ് ഈ മകരാസനം. ക്ഷീണം മാറുന്നതുവരെ ഈ ആസനത്തിൽ തന്നെ ഇരിക്കാവുന്നതാണ്. ഇനി പതുക്കെ കൈകൾ താഴ്ത്തി വിശ്രമിക്കുക. അടുത്ത ആസനം ശലഭാസനം. ശലഭാസനത്തിനായിട്ട് ആദ്യം കമിഴ്ന്ന് കിടക്കുക. അതിനുശേഷം രണ്ട് കൈകളും മുട്ടിന് അടിയിൽ കൊണ്ടുവരിക. അതിനുശേഷം രണ്ട് കാലുകളും ഉയർത്തുക. മുട്ട് വളയാതെ നിവർന്നിരിക്കണം. ശ്വാസം എടുത്തതിന് ശേഷം വേണം ഇങ്ങനെ നിവരാൻ വേണ്ടിയിട്ട്. ഈ സ്ഥിതിയിൽ എത്ര സമയം നിൽക്കാൻ സാധിക്കുമോ അത്രയും സമയം നിൽക്കുക. എന്നിട്ട് പതുക്കെ കാലുകൾ താഴോട്ട് കൊണ്ടുവരിക. അതിനുശേഷം മകരാസനത്തിൽ വിശ്രമിക്കാം, അല്ലെങ്കിൽ ശവാസനത്തിൽ വിശ്രമിക്കാം. 1 മിനിറ്റ് വിശ്രമിക്കണം. അടുത്തത് ധനുരാസനം ആണ്. ശവാസനത്തിൽ കിടക്കുക. കാലുകൾ പതുക്കെ ബാക്കിലോട്ട് കൊണ്ടുവരിക. രണ്ട് കൈകൊണ്ടും കാലിൽ പിടിച്ചതിന് ശേഷം പതുക്കെ വളയുക. ഇങ്ങനെ മുന്നോട്ടും പിന്നോട്ടും ആടാനും സാധിക്കും, അല്ലെങ്കിൽ വളഞ്ഞതിന് ശേഷം ഇങ്ങനെ ബാലൻസ് ചെയ്തിട്ട് നിൽക്കുക. ഇതാണ് ധനുരാസനം. ഒരു വില്ലിനെ പോലെ തോന്നും, അതുകൊണ്ടാണ് ഇതിന് ധനുരാസനം എന്ന പേര് കൊടുത്തത്. സാധാരണ ശ്വാസത്തിൽ എടുത്തുകൊണ്ടേയിരിക്കുക. ഇനി ശവാസനത്തിൽ അല്പസമയം വിശ്രമിക്കുക, അല്ലെങ്കിൽ കമിഴ്ന്ന് കിടന്ന് വിശ്രമിക്കാം. അടുത്ത ആസനം നൗകാസനം. മലർന്നു കിടക്കുക ശവാസനത്തിൽ. അതിനുശേഷം കാലുകൾ മുകളിലേക്ക് ഉയർത്തിയതിന് ശേഷം കൈകളും മുകളിലേക്ക് ഉയർത്തിയതിന് ശേഷം
ഒരു തോണിയെപ്പോലെ കിടക്കുക. ഇതാണ് നൗകാസനം. സാധാരണ രീതിയിൽ ശ്വാസോച്ഛ്വാസം ചെയ്തുകൊണ്ടേയിരിക്കുക. ഈ സ്ഥിതിയിൽ എത്ര സമയം നിൽക്കാൻ സാധിക്കുമോ അത്രയും സമയം നിൽക്കുക. എന്നിട്ട് പതുക്കെ കൈയും കാലും താഴോട്ട് കൊണ്ടുവന്നതിന് ശേഷം ശവാസനത്തിൽ വിശ്രമിക്കുക. അടുത്ത ആസനം ചക്രാസനമാണ്. ഇതല്പം ബുദ്ധിമുട്ടുള്ള ആസനമാണ്. കാലുകൾ ചേർത്ത് വയ്ക്കുക, കൈകൾ ബാക്കിലോട്ട് എടുക്കുക. അതിനുശേഷം ശ്വാസം ഉള്ളിലേക്ക് എടുത്തതിന് ശേഷം ഇങ്ങനെ വളഞ്ഞു നിൽക്കുക. ഒരു ചക്രത്തെ പോലെ വളഞ്ഞു നിൽക്കുന്നതുകൊണ്ടാണ് ഇതിന് ചക്രാസനം എന്ന് പറയുന്നത്. ഈ രീതിയിൽ എത്ര സമയം നിൽക്കാൻ സാധിക്കുമോ അത്രയും സമയം നിൽക്കുക. സാധാരണ രീതിയിൽ ശ്വസിക്കാം. പതുക്കെ താഴോട്ട് വന്നതിന് ശേഷം വിശ്രമിക്കുക. ശവാസനത്തിൽ വിശ്രമിക്കുക. 1 മിനിറ്റ് വിശ്രമിക്കണം. അടുത്ത ആസനം പവനമുക്താസനം എന്ന് പറയും. 2 കാലുകളും കൊണ്ടുവന്നതിന് ശേഷം 2 കൈ കൊണ്ട് പിടിച്ചതിന് ശേഷം താടി കാൽമുട്ടിൽ വെച്ചതിന് ശേഷം ഇരിക്കുക. ഇതിനെയാണ് പവനമുക്താസനം. അതായത് ഉള്ളിലെ വായുവിനെ മുഴുവൻ കളയാനുള്ള ഒരു ആസനം ആണിത്. ഈ സ്ഥിതിയിൽ സാധാരണ രീതിയിൽ ശ്വസിച്ചുകൊണ്ടിരിക്കുക. എത്ര സമയം ഈ സ്ഥിതിയിൽ നിൽക്കാൻ സാധിക്കുമോ അത്രയും സമയം നിൽക്കുക. എന്നിട്ട് പതുക്കെ കാലുകൾ സാധാരണ രീതിയിൽ കൊണ്ടുവന്നതിന് ശേഷം 1 മിനിറ്റ് ശവാസനം ചെയ്യുക. വിശ്രമിക്കുക. അടുത്തത് അർദ്ധമത്സ്യേന്ദ്രാസനം എന്ന ആസനമാണ്. അതിനു വേണ്ടിയിട്ട് ഇരിക്കുക. ഇരുന്നതിന് ശേഷം വലത് കാല് ഇടത് തുടയുടെ ബാക്കിൽ കൊണ്ടുവയ്ക്കുക. ഇടത് കാല് വലത് തുടയുടെ സൈഡിൽ കൊണ്ടുവയ്ക്കുക. വലത് കൈ ഇടത് കാലിൻ്റെ ബാക്കിൽ കൂടെ ഇട്ടതിന് ശേഷം ഇടത് കാലിൻ്റെ പിടിച്ചതിന് ശേഷം ഇടത് കൈ ബാക്കിലൂടെ ഇട്ടതിന് ശേഷം തിരിഞ്ഞിരിക്കുക. ഇനി സാധാരണ രീതിയിൽ ശ്വാസോച്ഛ്വാസം ചെയ്തുകൊണ്ടേയിരിക്കുക. ഇതാണ് അർദ്ധമത്സ്യേന്ദ്രാസനം. സാധാരണ രീതിയിൽ ശ്വസിച്ചുകൊണ്ടിരിക്കുക. പതുക്കെ കൈകൾ വിടർത്തുക, കാലുകൾ അകറ്റുക, അല്പസമയം വിശ്രമിക്കുക. ഇതേ രീതി തന്നെ മറ്റേ കാലിലും ചെയ്യണം, അപ്പോഴേ അത് പൂർത്തിയാകുള്ളൂ. അപ്പോൾ ഒരു കാലിൽ അർദ്ധമത്സ്യേന്ദ്രാസനം ചെയ്തു, ഇനി മറ്റേ കാലുകൊണ്ടും ഇതേപോലെ തന്നെ ചെയ്യണം. അതുവരെ അല്പസമയം ശ്വാസം നോർമലാകുന്നതിന് വേണ്ടിയിട്ട് വിശ്രമിക്കുക. ഇനി വീണ്ടും ഇടത് കാല് മടക്കി വയ്ക്കുക, വലത് കാലിൻ്റെ അടിയിൽ വയ്ക്കുക, വലത് കാല് ഇടത് കാലിൻ്റെ മുട്ടിൽ വയ്ക്കുക. എന്നിട്ട് ഇടത് കൈ കൊണ്ട് വലത് കാലിൻ്റെ പാദത്തിൽ പിടിച്ചതിന് ശേഷം വലത് കൈ ബാക്കിലോട്ട് വെച്ചതിന് ശേഷം തിരിഞ്ഞിരിക്കുക. സാധാരണ രീതിയിൽ ശ്വസിച്ചുകൊണ്ടിരിക്കാം. ഇതാണ് അർദ്ധമത്സ്യേന്ദ്രാസനം. പതുക്കെ കൈകൾ വിടുക, 2 കാലുകളും നേരെ കൊണ്ടുവരിക. അതിനുശേഷം 1 മിനിറ്റ് ശവാസനത്തിൽ വിശ്രമിക്കാം, അല്ലെങ്കിൽ ഇരുന്നു കൊണ്ട് വിശ്രമിക്കാം. ശ്വാസം സാധാരണ ഗതിയിലാകുന്നത് വരെ 1 മിനിറ്റ് വിശ്രമിക്കണം.
ശവാസനത്തിൽ കിടക്കാം 1 മിനിറ്റ്. അടുത്ത യോഗാഭ്യാസം യോഗമുദ്ര എന്ന് പറയുന്ന അഭ്യാസമാണ്. അതിനുവേണ്ടി ഇരിക്കുക. വലത് പത്മാസനത്തിൽ ഇരിക്കുക. 2 കാൽപാദങ്ങൾ 2 തൊടിയിൽ വെച്ചതിന് ശേഷം പത്മാസനത്തിലിരിക്കുക. 2 കൈകൊണ്ടും പുറകിൽ പിടിക്കുക. എന്നിട്ട് ശ്വാസം വിട്ടുകൊണ്ട് പതുക്കെ മുന്നോട്ട് കുനിയുക. നെറ്റി തറയിൽ മുട്ടിച്ച് ഇരിക്കുക. സാധാരണ ശ്വാസോച്ഛ്വാസം. ഇതാണ് യോഗമുദ്ര. ഈ സ്ഥിതിയിൽ എത്ര സമയം ഇരിക്കാൻ സാധിക്കുമോ അത്രയും സമയം ഇരിക്കുക. പതുക്കെ നിവരുക. ശ്വാസമെടുത്തുകൊണ്ട് വേണം നിവരാൻ വേണ്ടിയിട്ട്. അതിനുശേഷം 2 കാലും നിവർത്തുക. കൈകൾ ബാക്കിൽ വെച്ചതിന് ശേഷം വിശ്രമിക്കുക. കുറച്ച് സമയം 1 മിനിറ്റെങ്കിലും ശവാസനത്തിൽ കിടക്കണം. അടുത്ത യോഗ എന്ന് പറയുന്നത് സിംഹാസനം എന്നുള്ളതാണ്. ആദ്യം ഇങ്ങനെ കാലുകൾ മടക്കി വെച്ചതിന് ശേഷം ഭദ്രാസനത്തിലിരുന്നതിന് ശേഷം 2 കാലുകളും അല്പം അകറ്റി വെച്ചതിന് ശേഷം കൈകൾ ബാക്കിലോട്ട് വെച്ചതിന് ശേഷം ഇരിക്കുക. ഇരുന്നതിന് ശേഷം ശക്തിയായി ശ്വാസം വിട്ടുകൊണ്ട് നാക്ക് പുറത്തു തള്ളണം. ഒരു സിംഹത്തെ പോലെ തോന്നും. ഇതിനാണ് സിംഹാസനം എന്ന് പറയുക. മുന്നോട്ട് നോക്കി ഇരിക്കണം. പതുക്കെ വീണ്ടും വായടയ്ക്കുക. വീണ്ടും ശ്വാസം പുറത്തു വിട്ടുകൊണ്ട് നാക്ക് പുറത്തു തള്ളി സിംഹത്തിനെ പോലെ ഇരിക്കുക. ഇതാണ് സിംഹാസനം. ഇത് തൊണ്ടയിലും വായിലുമുള്ള പ്രശ്നങ്ങളെ ശരിയാക്കാൻ വളരെ നല്ലതാണ്. വീണ്ടും സാധാരണ രീതിയിലാകുക. അല്പസമയം വിശ്രമിക്കുക. വിശ്രമിച്ചതിന് ശേഷം നമുക്ക് അടുത്ത ആസനം ചെയ്യാം. ഉഷ്ട്രാസനം. ഒട്ടകത്തെ പോലെയുള്ള ഒരാസനം. ആദ്യം ഭദ്രാസനത്തിലിരിക്കുക. 2 കാൽമുട്ടും മടക്കിയതിന് ശേഷം ഇരിക്കുക. എന്നതിന് ശേഷം നിവർന്നിരിക്കുക. എന്നിട്ട് ശ്വാസം വിട്ടുകൊണ്ട് ബാക്കിലോട്ട് വളഞ്ഞതിന് ശേഷം 2 കൈകൊണ്ടും 2 കാൽപാദങ്ങളെ പിടിച്ചതിന് ശേഷം വളഞ്ഞു നിൽക്കുക. ഒരു ഒട്ടകത്തെ പോലെ ഉണ്ടാകും. അതുകൊണ്ട് അതിന് ഈ ആസനത്തെ ഉഷ്ട്രാസനം എന്ന് വിളിച്ചത്. സാധാരണഗതിയിൽ ശ്വാസോച്ഛ്വാസം ചെയ്തുകൊണ്ടേയിരിക്കുക. എത്ര സമയം ഈ പൊസിഷനിൽ നിൽക്കാൻ സാധിക്കുമോ അത്രയും സമയം നിൽക്കുക. സാധാരണ രീതിയിൽ ശ്വസിച്ചുകൊണ്ടേയിരിക്കുക. ഇതാണ് ഉഷ്ട്രാസനം. പതുക്കെ കൈകൾ വിടുക. നേരെ കാൽമുട്ടിൽ ഇരിക്കുക. അതിനുശേഷം 1 മിനിറ്റ് വിശ്രമിക്കുക. അങ്ങനെ കുനിഞ്ഞ് ഇരുന്നും വേണമെങ്കിൽ വിശ്രമിക്കാം. അല്ലെങ്കിൽ ബാക്കിലോട്ട് ചരിഞ്ഞതിന് ശേഷം ശവാസനത്തിലും വിശ്രമിക്കാവുന്നതാണ്. ഇനി ശവാസനത്തിൽ കുറച്ച് സമയം വിശ്രമിക്കാം. അടുത്ത യോഗ മയൂരാസനമാണ്. ഇത് അല്പം ബുദ്ധിമുട്ടുള്ള ആസനമാണ്. പുതിയ ആൾക്കാർ ചെയ്യേണ്ടതില്ല. എങ്കിലും അല്പം പഴകി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ആസനം നമുക്ക് ചെയ്യാവുന്നതാണ്. 2 കൈകളും ഇങ്ങനെ വയ്ക്കുക. കൈയുടെ മുട്ടുകൾ വയറിൽ വെച്ചതിന് ശേഷം കാലും അതേപോലെ തന്നെ തലയും ഉയർത്തി നിൽക്കുക. 2 കൈകളിൽ വേണം ബാലൻസ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട്. പുതിയ ആൾക്കാർ ഇത് ചെയ്യേണ്ട ആവശ്യമില്ല. അല്പം ബുദ്ധിമുട്ടുള്ള ആസനമാണ്. എന്നിട്ട് പതുക്കെ കാലുകൾ നിലത്ത് വെച്ചതിന് ശേഷം വീണ്ടും ശവാസനത്തിൽ 1 മിനിറ്റ് വിശ്രമിക്കുക. അപ്പോൾ നമ്മളുടെ 21 ആസനവും പൂർത്തിയായി. ഇത്ര ആസനങ്ങൾ മാത്രം ചെയ്താൽ മതി. ഇനി ഒരു 10 പ്രാണായാമം കൂടിയുണ്ട്. അതും കൂടി ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ യോഗാഭ്യാസം പൂർത്തിയായി. സുഹൃത്തുക്കളെ, യോഗ നമ്മുടെ കഴിഞ്ഞു. ഇനി നമ്മൾ പ്രാണായാമത്തിലേക്ക് തിരിച്ചു വരികയാണ്. അപ്പോൾ 10 പ്രാണായാമമാണ് പഠിപ്പിക്കാൻ പോകുന്നത്. ഈ 10ഉം വളരെ സേഫായിട്ടുള്ള പ്രാണായാമങ്ങളാണ്. അതുകൊണ്ട് യാതൊരുവിധ ബുദ്ധിമുട്ടും നിങ്ങൾക്കുണ്ടാവില്ല. ഈ 10 പ്രാണായാമം ചെയ്തു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് യാതൊരുവിധ അസുഖമില്ലാതെ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ സാധിക്കും. അപ്പോൾ യോഗ കഴിഞ്ഞതിന് ശേഷം
ഒരു 15 മിനിറ്റെങ്കിലും റെസ്റ്റ് എടുക്കണം. അതിനുശേഷം വേണം നിങ്ങൾ പ്രാണായാമം ചെയ്യാൻ. അല്ലെങ്കിൽ യോഗ ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റ് റെസ്റ്റ് എടുത്തതിന് ശേഷം നിങ്ങൾ പ്രാണായാമം ചെയ്തതിന് ശേഷം വീണ്ടും നിങ്ങൾ ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് നിങ്ങൾ ശവാസനത്തിൽ നിർബന്ധമായിട്ടും ഇരിക്കണം. കാരണം യോഗ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മൾ എഴുന്നേറ്റ് വരാൻ പാടില്ല. നമ്മുടെ ശരീരം ടോട്ടലായിട്ട് റിലാക്സ് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾ വെളിയിൽ പോകാൻ പാടുകയുള്ളൂ. അപ്പോൾ യോഗ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ 10 മിനിറ്റ് റെസ്റ്റ് ചെയ്തതിന് ശേഷം ഈ പ്രാണായാമം ചെയ്യാം. അല്ലെങ്കിൽ മിനിമം ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്തതിന് ശേഷം ഈ പ്രാണായാമം ചെയ്തതിന് ശേഷം വീണ്ടും നിങ്ങളൊരു 10 മിനിറ്റെങ്കിലും നിങ്ങൾ ശവാസനത്തിൽ കിടക്കണം. വളരെ അത്യാവശ്യമാണ്. അപ്പോൾ നമ്മൾ ഇവിടെ 10 പ്രാണായാമമാണ് നമ്മൾ പറയാൻ പോകുന്നത്. കപാലഭാതി, അനുലോമ വിലോമം, ചന്ദ്ര അനുലോമ വിലോമം, സൂര്യ അനുലോമ വിലോമം, ചന്ദ്രഭേദന, സൂര്യഭേദന, സീത്കാരി, ശീതളി, സദന്ത, ഭ്രാമരി. ഇങ്ങനെ 10 പ്രാണായാമങ്ങളാണ് പറയാൻ പോകുന്നത്. അതിൽ ആദ്യത്തെ കപാലഭാതി. കപാലഭാതി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നിവർന്നിരിക്കുക. നിവർന്നതിന് ശേഷം ശ്വാസം മൂക്കിൽ കൂടെ പുറത്തേക്ക് മാത്രം വിടുക. അകത്തേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വന്നോളും. നമ്മൾ അകത്തേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നും ചെയ്യേണ്ട, പുറത്തേക്ക് മാത്രം വിടുക. ആദ്യം ഒരു 10-20 റൗണ്ട്, ഒരു 20 റൗണ്ട് ആദ്യം അങ്ങനെ ചെയ്യാം. ചെയ്തതിന് ശേഷം നിർത്തുക. പിന്നെ കുറച്ച് സമയം കഴിഞ്ഞിട്ട് വീണ്ടും ഒരു 20 റൗണ്ട് അങ്ങനെ ചെയ്യാം. കുറച്ചുകൂടി കഴിഞ്ഞ് നമ്മുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് ഈ ഇത് നമ്മൾ കൂട്ടിക്കൊണ്ടുവരാൻ സാധിക്കും. എങ്ങനെയാണെന്ന് പറയുമ്പോൾ ശ്വാസം പുറത്തേക്ക് മാത്രം വിടുക. ഇങ്ങനെ ഇതിൽ ഞാൻ ശ്വാസം പുറത്തേക്ക് മാത്രമേ വിടുന്നുള്ളൂ. ഇതിൽ കൂടെ ഞാൻ ശ്വാസം പുറത്തേക്ക് മാത്രമേ വിടുന്നുള്ളൂ. ഉള്ളിലേക്ക് ഓട്ടോമാറ്റിക് വരുന്നതാണ്. അതാണ് കപാലഭാതി എന്ന് പറയുന്നത്. ഇതൊരു 10 റൗണ്ടെങ്കിലും ചെയ്യാം. ഇങ്ങനെ അപ്പോൾ നമ്മൾ ശ്വാസം ശക്തിയായിട്ട് നമ്മൾ പുറത്തു വിടുക. കപാലഭാതി എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ഫേസിൻ്റെ എല്ലാ പ്രശ്നങ്ങളും, അതായത് നമ്മുടെ തലയുടെ എല്ലാ പ്രശ്നങ്ങളും തീർക്കുന്ന ഒരു പ്രാണായാമമാണ് കപാലഭാതി. അടുത്തത് അനുലോമ വിലോമം. അനുലോമ വിലോമം എന്ന് പറയുമ്പോൾ ഒരു മൂക്കിൽ കൂടി എടുത്തതിന് ശേഷം മറ്റേ മൂക്കിൽ കൂടി വിടുക. അതിനുശേഷം മറ്റേ മൂക്കിൽ കൂടി ഉള്ളിലേക്ക് എടുത്തതിന് ശേഷം ഈ മൂക്കിൽ കൂടി വിടുക. ഇതിനെയാണ് അനുലോമ വിലോമം എന്ന് പറയുക. നമ്മൾ ഇടത് മൂക്കിലൂടെ എടുക്കുക, വലത് മൂക്കിലൂടെ വിടുക, വീണ്ടും വലത് മൂക്കിലൂടെ വിടുക, ഇടത് മൂക്കിലൂടെ പുറത്ത് വിടുക. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ അതിനുള്ള മുദ്ര എങ്ങനെയാണ്? ഈ കൈ ഇങ്ങനെ പിടിച്ചതിന് ശേഷം ഈ കൈ ഇവിടെ വയ്ക്കുക. ഈ തള്ളവിരൽ നമ്മുടെ വലത് മൂക്കിൻ്റെ അവിടെയും ഈ സാധനം 2 വിരലും ഈ ഇടത് മൂക്കിൻ്റെ അടുത്തും വയ്ക്കുക. അപ്പോൾ ആദ്യം നമ്മൾ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയാണ്. ഇടത് മൂക്കിലൂടെ ശ്വാസം ഉള്ളിലേക്ക് എടുത്തു. എന്നിട്ട് ഇടത് മൂക്ക് ഹോൾഡ് ചെയ്തതിന് ശേഷം വലത് മൂക്കിൽ കൂടെ ശ്വാസം പുറത്തേക്ക് വിടുകയാണ്. അതിനിട്ട് വലത് മൂക്കിൽ കൂടെ വീണ്ടും ശ്വാസം ഉള്ളിലേക്ക് എടുത്തു. വലത് മൂക്ക് അടച്ചതിന് ശേഷം ഇടത് മൂക്കിൽ കൂടെ ശ്വാസം പുറത്തേക്ക് വിടുന്നു. ഇതാണ് ഒരു റൗണ്ട്. ഇങ്ങനെ നിങ്ങൾക്ക് 10-20 റൗണ്ട് അനുലോമ വിലോമം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ശ്വാസം ഒരിക്കലും ഹോൾഡ് ചെയ്യരുത്. ഇപ്പോൾ ഞാൻ കാണിക്കാൻ വീണ്ടും. ഇടത് മൂക്കിലൂടെ ശ്വാസം പുറത്തേക്ക് എടുത്തു, ഉള്ളിലേക്ക് എടുത്തു, വലത് മൂക്കിലൂടെ വിട്ടു, വലത് മൂക്കിലെ കൂടെ വീണ്ടും ഉള്ളിലേക്ക് എടുത്തു, ഇടത് മൂക്കിലൂടെ പുറത്ത് വിട്ടു, വീണ്ടും ഇടത് മൂക്കിലൂടെ എടുത്തു, ഇടത് മൂക്ക് ക്ലോസ് ചെയ്തു, വലത് മൂക്കിലൂടെ വിട്ടു, വീണ്ടും വലത് മൂക്കിലൂടെ ഇടുക, ഇടത് മൂക്കിലൂടെ പുറത്ത് വിടുക. ഇതിനെയാണ് അനുലോമ വിലോമം എന്ന് പറയുക. അപ്പം ഞാൻ കുറച്ച് സമയം ഇത് ചെയ്ത് കാണിച്ചു തരാം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ ഒരിക്കലും ശ്വാസം ഉള്ളിലോ പുറത്തോ നമ്മൾ ഹോൾഡ് ചെയ്യാൻ പാടില്ല. അത് ഭയങ്കര ഡേഞ്ചറാണ്. അപ്പോൾ ശ്വാസം ഉള്ളിലോ പുറത്തോ നിർത്തുന്ന ഒരു പ്രാണായാമവും നിങ്ങൾ ചെയ്യാതിരിക്കുക. അപ്പോൾ ഇങ്ങനെ തന്നെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. അനുലോമ വിലോമം, ഇത് നമ്മുടെ നാഡികളിനെ മുഴുവൻ ശുദ്ധിയാക്കുന്ന ഒരു പ്രാണായാമമാണ്. അടുത്തത് ചന്ദ്രാനുലോമ വിലോമ പ്രാണായാമം. ചന്ദ്രാനുലോമ വിലോമം എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഇടത് മൂക്കിൽ കൂടെ നമ്മൾ ശ്വാസം അകത്തേക്ക് എടുക്കുകയും പുറത്തേക്ക് വിടുകയും ചെയ്യുന്നു.
അപ്പോൾ ഇവിടെ ഇടത് മൂക്ക് മാത്രമേ നമ്മൾ ഇവിടെ ശ്വാസം എടുക്കുകയും പുറത്തു വിടുകയും ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇതുകൊണ്ട് ഗുണം എന്താണെന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരം തണുക്കും. കാരണം ഇടത് മൂക്ക് എപ്പോഴും ചന്ദ്രനാഡിയാണ്. അപ്പോൾ ഇതിലൂടെ നമ്മൾ എടുക്കുന്ന സമയത്ത് നമ്മുടെ ശരീരം തണുക്കും. അപ്പോൾ ആരുടെ ശരീരത്തിൽ ചൂട് കൂടുതലുണ്ടോ, ഉഷ്ണം കൂടുതലുണ്ടോ, അവർ ഈ പ്രാണായാമം കുറച്ച് കൂടുതൽ ചെയ്യാം. ഒരു പ്രാവശ്യം ശ്വാസം ഉള്ളിലേക്കെടുത്ത് പുറത്തു വിടുന്നതാണ് ഒരു റൗണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു 10 റൗണ്ടോ 20 റൗണ്ടോ ആദ്യം തുടങ്ങാം. അതിനുശേഷം നിങ്ങൾക്ക് പതുക്കെ ഇതാക്കാം. അപ്പോൾ എങ്ങനെയാണ് ചെയ്യണമെന്ന് പറയുമ്പോൾ ആദ്യം ഇങ്ങനെ നാസികാമുദ്ര വയ്ക്കുക, അതിനുശേഷം വലത് മൂക്ക് അടിക്കുക, എന്നിട്ട് ഇടത് മൂക്കിലൂടെ തന്നെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, എന്നിട്ട് ഇടത് മൂക്കിൽ കൂടെ തന്നെ നമ്മൾ പുറത്തു വിടുക. ഇടത് മൂക്കിൽ കൂടെ ശ്വാസം ഉള്ളിലിട്ടു, ഇടത് മൂക്കിൽ കൂടെ പുറത്തു വിട്ടു. വീണ്ടും അതേ മൂക്കിലൂടെ ശ്വാസം ഉള്ളിലേക്ക് ഇട്ടു, അതേ മൂക്കിൽ കൂടെ ശ്വാസം പുറത്തേക്ക് വിട്ടു. ഇതാണ് ചന്ദ്രാനുലോമം വിലോമം. അപ്പോൾ ഞാൻ 2 പ്രാവശ്യം ചെയ്യാം. ഇങ്ങനെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം സുഹൃത്തുക്കളെ, നമ്മൾ പ്രാണായാമം ചെയ്യുന്ന സമയത്ത് എപ്പോഴും മുദ്രയിൽ നമ്മുടെ കയ്യിൽ ഒരു മുദ്ര ഉണ്ടാവണം. ഇതാണ് ചിന്മുദ്ര. അപ്പോൾ നമ്മൾ ഈ കൈ ഇങ്ങനെ ഉപയോഗിക്കുന്ന സമയത്ത് ഈ കൈ എപ്പോഴും ചിന്മുദ്രയിൽ വെച്ചിട്ട് വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം അതിന് ചില മുദ്രയില്ലാതെ നമ്മൾ ഒരിക്കലും പ്രാണായാമം ചെയ്യരുത്. ചെയ്തു കഴിഞ്ഞാൽ അത് ദോഷമാവും. അപ്പോൾ നമ്മൾ ഈ 2 കൈ ഇങ്ങനെ വെച്ചതിന് ശേഷം ഈ നടുവിരൽ നിർത്തിയതിന് ശേഷം അതിങ്ങനെ തൊടയിൽ വെച്ചതിന് ശേഷം നമ്മൾ ചെയ്യുക. ഈ കൈ നമ്മൾ സാധാരണ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ചെയ്യാം, കുഴപ്പമില്ല. പക്ഷേ ഒരു കൈ എപ്പോഴും ഈ മുദ്രയിൽ ഉണ്ടായിരിക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഞാൻ നേരത്തെ ആദ്യം പറയാൻ വിട്ടുപോയി. ഇപ്പം നിങ്ങൾ ഈ കാര്യം എപ്പോഴും ഓർക്കുക. അടുത്തതാണ് സൂര്യാനുലോമ വിലോമം. സൂര്യാനുലോമ വിലോമം എന്ന് പറയുമ്പോൾ വലത് മൂക്കിൽ കൂടെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, വലത് മൂക്കിൽ കൂടെ തന്നെ പുറത്തു വിടുക. വീണ്ടും വലത് മൂക്കിലൂടെ ഉള്ളിലെടുക്കുക, വലത് മൂക്കിൽ കൂടെ പുറത്തു വിടുക. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് എന്താണെന്ന് പറയുമ്പോൾ ഇവിടെ സൂര്യനാഡി, അതായത് വലത് മൂക്ക് എന്ന് പറയുന്നത് സൂര്യനാഡിയാണ്. ഇത് ചൂട് കൂട്ടും. അതായത് കഫരോഗങ്ങളുള്ളവർ തണുപ്പ് സമയത്ത് ഇവരെല്ലാം ഈ സമയത്ത് ഈ സൂര്യാനുലോമ വിലോമം ചെയ്യുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ നമ്മൾ ഇടത് മൂക്ക് അടച്ചു, എന്നിട്ട് വലത് മൂക്കിലൂടെ നമ്മൾ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയാണ്, എന്നിട്ട് വലത് മൂക്കിൽ കൂടെ തന്നെ പുറത്തു വിടുക. വീണ്ടും വലത് മൂക്കിൽ കൂടെ ഉള്ളിലെടുക്കുക, വലത് മൂക്കിൽ കൂടെ തന്നെ പുറത്തു വിടുക. ഇതാണ് സൂര്യാനുലോമ വിലോമം. അപ്പം ഞാൻ 2-3 പ്രാവശ്യം ചെയ്യാം. ഈ പ്രാണായാമം ചെയ്യുന്ന സമയത്ത് മുഴുവൻ ഞാൻ ഈ ചിന്മുദ്രയിലാണ്. ഈ കൈ എപ്പോഴും ചിന്മുദ്രയിലുണ്ടാവും. ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇടത് കൈ ഇതെപ്പോഴും ചിന്മുദ്രയിലുണ്ടായിരിക്കും. അപ്പോൾ ഇതാണ് സൂര്യാനുലോമ വിലോമം. അടുത്തത് നമ്മൾ ചന്ദ്രഭേദന എന്ന് പറയുന്ന പ്രാണായാമമാണ്. ചന്ദ്രഭേദന എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഇടത് മൂക്കിൽ കൂടെ ശ്വാസം എടുത്തതിന് ശേഷം വലത് മൂക്കിലൂടെ പുറത്തു വിടുക. വീണ്ടും ഇടത് മൂക്കിൽ കൂടെ തന്നെ ശ്വാസം എടുത്ത് വലത് മൂക്കിൽ കൂടെ തന്നെ പുറത്തു വിടുക. ഇതിനാണ് ചന്ദ്രഭേദന എന്ന് പറയുക. ഇതും ശരീരത്തെ തണുപ്പിക്കുന്ന ഒരു പ്രാണായാമമാണ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് പറയുമ്പോൾ ആദ്യം വലത് മൂക്ക് അടിക്കുക, എന്നിട്ട് ഇടത് മൂക്കിൽ കൂടെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. എന്നിട്ട് ഇടത് മൂക്ക് അടച്ചതിന് ശേഷം വലത് മൂക്കിലൂടെ ശ്വാസം പുറത്തേക്ക് വിടുക. വീണ്ടും വലത് മൂക്ക് അടച്ചിട്ട് ഇടത് മൂക്കിൽ കൂടെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. വീണ്ടും ഇടത് മൂക്ക് അടച്ചതിന് ശേഷം വലത് മൂക്കിലൂടെ ശ്വാസം പുറത്തേക്ക് വിടുക. ഇതാണ് ചന്ദ്രഭേദന എന്ന് പറയുന്ന പ്രാണായാമം. ഇതുകൊണ്ട് നമ്മുടെ ശരീരം തണുക്കും. അപ്പോൾ ഞാൻ 2-3 പ്രാവശ്യം ചെയ്യാം. ഇങ്ങനെ നിങ്ങൾക്ക് 10 റൗണ്ട് ചെയ്യാൻ പറ്റും. ഇനി അടുത്തത് സൂര്യഭേദന. സൂര്യഭേദന എന്ന് പറയുന്ന സമയത്ത് നമ്മൾ വലത് മൂക്കിൽ കൂടെ ശ്വാസം എടുക്കുന്നു, ഇടത് മൂക്കിൽ കൂടെ വിടുന്നു. വീണ്ടും വലത് മൂക്കിൽ കൂടെ ശ്വാസം എടുക്കുന്നു, ഇടത് മൂക്കിലൂടെ വിടുന്നു. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഒരു മൂക്കിൽ കൂടെ ശ്വാസം എടുത്തതിന് ശേഷം മറ്റേ മൂക്കിൽ കൂടെ വിടുക. ഇത് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ ചൂട് കൂടും. കാരണം ഇത് സൂര്യനാഡിയാണ് നമ്മളവിടെ ഉത്തേജിപ്പിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ചൂട് കൂടും. അപ്പോൾ കൂടുതൽ ഉഷ്ണമുള്ളവർ ഇത് ചെയ്യാതിരിക്കുക. ഇത് ആദ്യം ഒരു 10 റൗണ്ട് ചെയ്യുക, പിന്നെ പതുക്കെ കൂട്ടിയിട്ട് നമുക്ക് നമ്മുടെ ആവശ്യാനുസരണം കൂട്ടിക്കൊണ്ടുപോകാം. അപ്പോൾ സൂര്യഭേദനം ചെയ്യുന്ന വിധം ആദ്യം ഇടത് മൂക്കിൽ അടച്ചു, എന്നിട്ട് വലത് മൂക്കിലൂടെ ശ്വാസം എടുക്കുകയാണ്. എന്നിട്ട് വലത് മൂക്കിലൂടെ ശ്വാസം പുറത്തു വിട്ടു. വീണ്ടും വലത് മൂക്കിലൂടെ ശ്വാസം എടുത്തു, ഇടത് മൂക്കിലൂടെ ശ്വാസം പുറത്തു വിട്ടു. വീണ്ടും വലത് മൂക്കിലൂടെ ശ്വാസം അകത്തേക്ക് എടുത്തു, ഇടത് മൂക്കിലൂടെ ശ്വാസം പുറത്തു വിട്ടു.
ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ 2 പ്രാവശ്യം ചെയ്യാം. ഇതാണ് സൂര്യഭേദനം. അടുത്തത് 3 അത് ശരീരത്തെ തണുപ്പിക്കുന്ന പ്രാണായാമങ്ങളാണ്. ശീതളി പ്രാണായാമങ്ങളാണ്. ഇതെല്ലാം ശരീരത്തെ തണുപ്പിക്കുന്നതാണ്. അപ്പോൾ ശരീരത്തിൽ കൂടുതൽ ചൂടുള്ളവർ അതേപോലെ തന്നെ പ്രാണായാമം അതേപോലെ തന്നെ യോഗ ചെയ്തതിന് ശേഷം അവസാനമായിട്ട് ഈ 3 പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ശരീരം തണുക്കും. അതുകൂടാതെ വേനൽക്കാലത്ത് നമുക്ക് ഈ പ്രാണായാമം കൂടുതൽ ചെയ്യാൻ പറ്റും. അതുകൂടാതെ നമുക്ക് ഉഷ്ണസംബന്ധമായിട്ടുള്ള രോഗമുള്ളപ്പോഴും ഈ പ്രാണായാമം കൂടുതൽ നമുക്ക് ചെയ്യാൻ പറ്റും. ആദ്യത്തെ സിത്കാരി എന്ന് പറയുന്ന പ്രാണായാമമാണ്. സിത്കാരി എന്ന് പറയുന്ന പ്രാണായാമം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ നാവ് വളച്ചതിന് ശേഷം വായുടെ മുകളിൽ ഇങ്ങനെ നിർത്തണം. ഇങ്ങനെ ഈ നാവിൻ്റെ തുമ്പ് നമ്മുടെ വായിൻ്റെ മുകളിൽ ഇങ്ങനെ നിർത്തിയതിന് ശേഷം ഉള്ളിലൂടെ ശ്വാസം എടുത്തതിന് ശേഷം വായിലൂടെ ശ്വാസം എടുക്കുക. എന്നിട്ട് വായി അടച്ചതിന് ശേഷം മൂക്കിലൂടെ ശ്വാസം പുറത്തു വിടുക. വീണ്ടും വായിലൂടെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, മൂക്കിലൂടെ ശ്വാസം പുറത്തു വിടുക. ഇതിനെയാണ് സീത്കാരി എന്ന് പറയുക. അപ്പോൾ ഇങ്ങനെ എടുക്കുന്ന സമയത്ത് ഒരു സൗണ്ട് ഉണ്ടാവും. ഇങ്ങനെ ഉള്ളിലേക്ക് എടുക്കുന്ന സമയത്ത് ആ സൗണ്ടോട് കൂടിയിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ആദ്യമായിട്ട് നാക്ക് ഇങ്ങനെ ഉള്ളിലേക്ക് ഇങ്ങനെ മടക്കി വയ്ക്കുക. ഇങ്ങനെ മടക്കി വെച്ചിട്ട് നാക്കിൻ്റെ ഈ അറ്റം ഈ മുകളിൽ വയ്ക്കുക. എന്നിട്ട് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ഇങ്ങനെ. അപ്പോൾ നമ്മൾ ഈ 2 കൈയും ചിന്മുദ്രയിൽ ഇങ്ങനെ ഉണ്ടാവണം. അത് വളരെ പ്രാധാന്യമാണ്. ശ്വാസം ഉള്ളിലേക്ക് എടുത്തു, ശ്വാസം പുറത്തു. വീണ്ടും ഇങ്ങനെ ഇത് മടക്കിയിട്ട് നാവ് മടക്കിയിട്ട് മുകളിൽ വയ്ക്കാം. ഈ 2 കൈയും ആ സമയത്ത് ചിന്മുദ്രയിൽ തന്നെ ഉണ്ടാവണം. ഏത് യോഗ ചെയ്യുന്ന സമയത്ത് അതിങ്ങനെ ചിന്മുദ്രയിൽ തന്നെ ഉണ്ടാവണം. വീണ്ടും ശ്വാസം എടുക്കുക. ശ്വാസം പുറത്തേക്ക് വിടുക മൂക്കിലൂടെ. ഇത് ഞാൻ 2-3 പ്രാവശ്യം ചെയ്യാം. ഇത് ഒരു 10 റൗണ്ട് വരെ നമുക്കിത് ചെയ്യാൻ പറ്റും. അടുത്തതാണ് ശീതളി എന്ന് പറയുന്ന പ്രാണായാമം. ശീതളി എന്ന് പറയുന്ന പ്രാണായാമം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നാക്ക് മുന്നിലോട്ട് തള്ളി ഒരു പക്ഷിയുടെ ചുണ്ടുപോലെ ആക്കണം. കൊക്കിനെ പോലെ ആക്കിയതിന് ശേഷം ആ വിടവിൽ കൂടെ വേണം നമ്മൾ ശ്വാസം ഉള്ളിലേക്ക് എടുക്കാൻ. ശ്വാസം പുറത്തു വിടുന്നത് മൂക്കിൽ കൂടെയാണ്. ഇങ്ങനെയാണ്. ഇങ്ങനെ നാവിങ്ങനെ വളച്ചതിന് ശേഷം ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. എന്നിട്ട് മൂക്കിലൂടെ ശ്വാസം പുറത്തു വിടുക. ഇതിനെയാണ് ശീതളി പ്രാണായാമം എന്ന് പറയുക. ഇത് ചെയ്തു കഴിഞ്ഞാൽ ശരീരം തണുക്കും. ഞാൻ 1-2 പ്രാവശ്യം ചെയ്യാം. ശ്വാസം ഉള്ളിലേക്ക് എടുത്തു, ശ്വാസം പുറത്തേക്ക് വിട്ടു. പ്രാണായാമം ചെയ്യുന്ന സമയത്ത് മുഴുവൻ ചിന്മുദ്രയിൽ തന്നെ ഉണ്ടായിരിക്കണം. അടുത്തതാണ് സദന്ത എന്ന് പറയുന്ന പ്രാണായാമം. സദന്ത എന്ന് പറയുന്ന പ്രാണായാമത്തിൽ നമ്മുടെ 2 പല്ലുകൾക്കും ഇടയിൽ കൂടെയാണ് നമ്മൾ ശ്വാസം എടുക്കുന്നത്. എന്നിട്ട് വിടുന്നത് മൂക്കിൽ കൂടെയാണ്. ഇങ്ങനെയാണ്. എടുക്കുന്ന സമയത്ത് ഒരു സൗണ്ട് ഉണ്ടാവും. എന്നിട്ട് വായടച്ചതിന് ശേഷം മൂക്കിൽ കൂടെ ശ്വാസം വിടുക. 2 കൈകളും ചിന്മുദ്രയിൽ തന്നെ ഉണ്ടായിരിക്കണം. ശ്വാസം പുറത്തേക്ക് വിട്ടു, ശ്വാസം ഉള്ളിലേക്ക് എടുത്തു, ശ്വാസം മൂക്കിലൂടെ പുറത്തു വിട്ടു. ഇങ്ങനെ ഒരു 5-6 പ്രാവശ്യം 10 പ്രാവശ്യം വരെ ആദ്യം അങ്ങനെ ചെയ്യാം. അതിനുശേഷം നമുക്ക് കൂട്ടാം. അടുത്തതാണ് ഭ്രാമരി. ഭ്രാമരി എന്ന് പറയുന്ന പ്രാണായാമം നമ്മൾ ചെയ്യുമ്പോൾ ആദ്യം ശ്വാസം നമ്മൾ ഉള്ളിലേക്ക് എടുക്കുക. കൊടുത്തതിന് ശേഷം ഈ കൈകൾ, അതായത് ഈ കൈകളെല്ലാം ഇങ്ങനെ
ഈ 4 വിരലും ഇങ്ങനെ കണ്ണ് മൂടിയതിന് ശേഷം ഈ 2 തള്ളവിരലും കൊണ്ട് ചെവി മൂടണം. എന്നിട്ട് നമ്മുടെ തൊണ്ടയിൽ കൂടെ ഒരു സൗണ്ട് ഉണ്ടാക്കണം. അതായത് തേനീച്ചകളുടെ സൗണ്ട് ഉണ്ടാക്കുന്ന മാതിരി ഒരു സൗണ്ട് ഉണ്ടായിക്കൊണ്ട് മൂക്കിലൂടെ പതുക്കെ ശ്വാസം പുറത്തേക്ക് വിടണം. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, എന്നിട്ട് ഇങ്ങനെ അടിക്കുക. ഈ 5 വിരലുകൊണ്ട് ഈ കണ്ണും അതേപോലെ തന്നെ ഈ ഇതും അതേപോലെ തന്നെ ഇതെല്ലാം അടിച്ചതിന് ശേഷം ഈ തള്ളവിരലുകൊണ്ട് ചെവി അടിക്കുക. അടിച്ചതിന് ശേഷം തൊണ്ടയിൽ നിന്ന് സൗണ്ട് ഉണ്ടാക്കിയിട്ട് മൂക്കിലൂടെ ആ ശ്വാസം പതുക്കെ പുറത്തേക്ക് വിടുക. ഇതിനാണ് ഭ്രാമരി എന്ന് പറയുക. അത് ചെയ്യുന്ന വിധം ഒന്ന് കാണിക്കുക. ആദ്യം ശ്വാസം ഉള്ളിലേക്ക് എടുത്തു, കണ്ണ് ചെവി അടച്ചു, അതിനുശേഷം ഒരു സൗണ്ട് ഉണ്ടായിക്കൊണ്ട് ശ്വാസം പുറത്തേക്ക് വിടുന്നു. ഇങ്ങനെ ഇങ്ങനെ നമ്മുടെ തൊണ്ടയിൽ നിന്നാണ് സൗണ്ട് ഉണ്ടാവുന്നത്. ഇങ്ങനെ നമ്മൾക്ക് കുറച്ച് പ്രാവശ്യം ചെയ്യാം. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശരീരം, നമ്മുടെ തലയിൽ ആ വൈബ്രേഷൻ ഉണ്ടാവും, നല്ലൊരു ശാന്തി ഉണ്ടാവുകയും ചെയ്യും. ഇത് അവസാനത്തെ പ്രാണായാമമാണ്. അപ്പോൾ ഭ്രാമരി ഒരിക്കൽ കൂടി 2 പ്രാവശ്യം ചെയ്യാം. ശ്വാസം ഉള്ളിലേക്ക് എടുത്തു, കണ്ണടിച്ചു, കാതടിച്ചു, ഇത്രയാണ് പ്രാണായാമം. അപ്പോൾ ഈ 21 യോഗയും 10 പ്രാണായാമം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് യാതൊരുവിധ പ്രശ്നവുമില്ലാതെ നിങ്ങൾക്ക് സമാധാനമായിട്ട് ജീവിക്കാൻ സാധിക്കും. ഈ പ്രാണായാമം കഴിഞ്ഞതിന് ശേഷം മിനിമം ഒരു 10 മിനിറ്റെങ്കിലും നിങ്ങൾ ശവാസനത്തിൽ കടന്ന് റെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം യോഗ അവസാനിപ്പിക്കുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.